അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പേരു മാറുമെങ്കിലും അതിവേഗ റെയിൽപാത കേരളത്തിന് അനിവാര്യമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. കട്ടപ്പന തേനി തുരങ്കപാത, വിഴിഞ്ഞം ചവറ കൊച്ചി ഇടനാഴി തുടങ്ങിയ പുതിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ന്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സിൽവർ ലൈന് പകരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അർദ്ധ അതിവേഗ പാത നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. RRTS പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനത്തിനായി 1000 കോടി രൂപ കിൻഫ്രയിൽ നിക്ഷേപിക്കും. വിഴിഞ്ഞം ചവറ കൊച്ചി അപൂർവ ധാതുഖനന ഇടനാഴി സ്ഥാപിക്കും. MC റോഡ് വികസനത്തിന് 5917 കോടി രൂപ അനുവദിച്ചു. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി വികസിപ്പിക്കും. കട്ടപ്പന മുതൽ തേനി വരെ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. സാർ, തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുന്ന പദ്ധതി കിഫ്ബിയിലൂടെ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ പ്രാരംഭമായി ഫണ്ട് മുമ്പ് വെച്ചിരുന്നതാണ്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനിനും ക്ലീൻ പമ്പ പദ്ധതിക്കുമായി 30 കോടി രൂപ വീതം, വയനാട് കാസർഗോഡ് പാക്കേജുകൾക്ക് 80 കോടി രൂപ വീതം, കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപ വീതവും കൂട്ടി. IT മേഖലയ്ക്കുള്ള വിഹിതം 548 കോടി രൂപയായും വർദ്ധിപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.